കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ജെറാൾഡും ആൻഡമാനിൽ നിന്ന് ഇന്ദുവുമാണ്. ജെറാൾഡ് ബ്രദർ നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ബ്രദറും വൈഫും സൗഖ്യത്തോടെ ആയിരിക്കണം. മൂത്ത മകന് അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹം നടക്കണം, അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ലഭിക്കണം. ഇളയ മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഉണ്ടാവണം. നമുക്കൊരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കുടുംബം അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ, അവിടുത്തെ സൗഖ്യത്തോടെ ആയിരിക്കട്ടെ. അപ്പാ കർത്താവെ, ബ്രദറും വൈഫും ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ, അവിടുത്തെ സൗഖ്യം രണ്ടുപേരുടെ മേലും വ്യാപരിക്കട്ടെ. അപ്പാ മൂത്ത മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലിയും അതോടൊപ്പം വിവാഹവും ഉണ്ടാവട്ടെ. അപ്പാ അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. ഇളയ മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. അപ്പാ അവിടുത്തെ പ്രവൃത്തി കുടുംബത്തിലുണ്ടായതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഇന്ദു സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ. അപ്പാ കർത്താവെ, സാമ്പത്തികമായ കുടുംബം ഉയർച്ച അനുഭവിക്കട്ടെ, സ്വന്തമായ ഭവനമുണ്ടാവട്ടെ. അപ്പാ അവിടുത്തെ നന്മകൾ കൊണ്ട് ഈ കുടുംബം നിറയട്ടെ. ദൈവിക സമാധാനം ഈ കുടുംബത്തിലുണ്ടാവട്ടെ. അപ്പാ താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത 2 കുടുംബങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന ഓരോരുത്തരെയും കർത്താവ് വിടുവിക്കുവാനിടയായി തീർന്നെന്ന്. നാം ഓരോരുത്തരും ഭയത്തിൻ്റെ അടിമത്തത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് അതിൽ നിന്നും നമ്മെ രക്ഷിക്കാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അതിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും ആ കർത്താവിൻ്റെ സംരക്ഷണത്തിലാകുവാനിടയായി തീരും. നമുക്ക് തുടർന്നുള്ള മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് പറ: ഇരുട്ട് സുരക്ഷിതത്വത്തെ ഇല്ലാതാക്കി കളയും, വെളിച്ചമോ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പ് തരും. വെളിച്ചം എന്താ തരുന്നത്? സുരക്ഷിതത്വം നമുക്ക് തരുമോ? എന്നാൽ ഇരുട്ടോ അവ്യക്തത. സൗരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ഭയങ്ങളിലൊന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ഭാവി എന്താകും? ഹല്ലേലൂയ. നമ്മുടെ ഭാവി എന്താകും? എൻ്റെ ഭാവി എന്താകും? എങ്ങനെയാകും എൻ്റെ ഭാവി? ആ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും അതിനകത്തുണ്ടോ? ആ ഭാവി എന്താകുമെന്ന് ഞാൻ പറയാം. ആ ഭയത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ വചനം വരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പാതയ്ക്ക് അത് വെളിച്ചമാകാൻ തുടങ്ങും, വ്യക്തതയുണ്ടാകാൻ തുടങ്ങും. അതോടെ നിങ്ങളുടെ ഭയം മാറിപ്പോകും. സൗരങ്ങളെ, ആർക്കെങ്കിലും തൻ്റെ ഭാവിയെക്കുറിച്ച് ഭയമുള്ളവരാണോ? ലിസൺ ടു മീ കെയർഫുള്ളി. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭയമുള്ളതാണോ? നിങ്ങൾ എത്ര പഠിച്ചു എന്നതുകൊണ്ടല്ല നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം മാറുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഡോക്ടർ, നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരാളുടെ മോളാണ്, അവൾ MD ഡോക്ടറാണ്. അവിടെ ചെന്നിട്ട് 3ാമത്തെ പരീക്ഷ എഴുതി. അവൾ എന്നെ വിളിക്കുമോ, അവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ എക്സാം എഴുതി പാസ്സാകണം. 3ാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, 3ാമത്തെ പരീക്ഷ എഴുതുമോ? അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഭാവി ഇതാ സ്റ്റോപ്പായ പോലെ ഇരിക്കുമോ? ഞാൻ ചോദിച്ചു, എന്നതാ? 2 പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതി കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ആ പരീക്ഷ എഴുതിയ ഹോസ്പിറ്റലിൽ കയറണം. 2 പ്രാവശ്യവും എനിക്ക് പരീക്ഷ എഴുതി ജയിക്കാൻ കഴിഞ്ഞില്ല. 3ാമത്തെ പ്രാവശ്യമാണ്. ബ്രദറെ, 1.5 കോടി രൂപ കൊടുത്ത് പഠിപ്പിച്ചത് എൻ്റെ അപ്പനും അമ്മയും. ഇന്ന് എനിക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കൊരു ഉറപ്പുമില്ല ബ്രദറെ. അവൾ കരയുവാ കൊച്ചേ. എൻ്റെ കൂടെ ഉണ്ടോ? ഡോക്ടറാണ്, അവളുടെ മുമ്പിൽ സർജനാണ്. അവളുടെ മുമ്പിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടിട്ട് അവൾക്ക് ഓപ്പറേഷൻ ചെയ്യാനറിയാം. പക്ഷെ ഭാവിയെക്കുറിച്ചുള്ള ഭയം ഭരിച്ചതോടുകൂടെ നിലവിളിക്കാൻ തുടങ്ങി. അവൾക്ക് ഓപ്പറേഷൻ ചെയ്യാനറിയാം, പക്ഷേ ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻ വന്നതോടുകൂടെ കരയാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൾ പറഞ്ഞു, ബ്രദറെ, എൻ്റെ അകത്തേക്കൊരു വലിയ വെളിച്ചം വന്നു ബ്രദറെ. ആമേൻ.
അവൾ മൂന്നാമത്തെ പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ടുമായിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അദ്ദേഹം ആ മോൾ എന്നോട് പറയുമോ, ബ്രദറെ, എനിക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ടഫുള്ള ക്വസ്റ്റ്യനാണ് വന്നേ. ഞാനൊന്നും അതിനകത്തൊരു പ്രിപ്പയർ ആയിരുന്നില്ല, കാരണം എൻ്റെ ധൈര്യം പോയിരുന്നു. പക്ഷെ അവൾ പറയുക, പക്ഷേ ആ ടഫുള്ള ക്വസ്റ്റ്യനെ ഞാൻ ഫേസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ ആരോ ഒരാളുണ്ട്, എനിക്കൊരു കാളെ അറിയാം. ഓ, what a God we are serving. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ സാഹചര്യത്തിൽ അവൾക്ക് മനസ്സിലായി, അവളുടെ കൂടെ ഉള്ള ആ ദൈവ സാന്നിധ്യത്തെ അവൾ എക്സ്പീരിയൻസ് ചെയ്തു. അവൾ പറയുക, ആ സാന്നിധ്യം അനുഭവിച്ച സെക്കൻഡ് മുതൽ എൻ്റെ ഭയം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളിന്ന് അറിയപ്പെടുന്ന അവിടുത്തെ ഒരു നല്ല ഹോസ്പിറ്റലിലെ ഡോക്ടറായി വർക്ക് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അവൾ എത്ര ഓപ്പറേഷൻ ചെയ്താലും ഇനി പേടിയുള്ള ഒരാളോട് അവൾ എന്നോ പറയും, പ്രാർത്ഥിച്ചാൽ മതി, പേടി മാറും. ഹല്ലേലൂയ. ഡിഫറെൻ്റ്. സൗരങ്ങളെ, നിങ്ങളുടെ അകത്ത് ഇരുട്ടിനെ ഭയമുണ്ട്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, നിങ്ങളുടെ വഴിയെ വ്യക്തമായി അറിയത്തില്ല, സുരക്ഷിതത്വമില്ല. നിങ്ങളുടെ മുമ്പിലുള്ള ആ സുരക്ഷിതത്വമില്ലായ്മയാണ് നിങ്ങൾക്ക് ഭയം കൊണ്ടുവരുന്നത്. ഇരുട്ട് എന്തിനെ കാണിക്കുന്നത്? സുരക്ഷിതത്വമില്ലായ്മയാ. സുരക്ഷിതത്വമില്ലായ്മ എൻ്റെ അകത്തേക്ക് ഭയം കൊണ്ടുവരും. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാവോ? ഒരിക്കൽ ഏലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു കാഴ്ച കാണാം. തൻ്റെ ചുറ്റുമുള്ള മലകളിൽ മുഴുവൻ ആയിരക്കണക്കിന് സൈന്യം നിൽക്കുകയാണ്. രാജാവ് അല്ലെങ്കിൽ എലീശയുടെ അടുക്കൽ ഇവൻ ഓടി വന്നിട്ട് പറഞ്ഞു, പ്രഭുവേ അല്ലെങ്കിൽ യജമാനനെ, നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ, നമുക്ക് ചുറ്റും രഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ, സൈന്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഏലീശയ്ക്ക് ഒരു ഭയമൊന്നും ഏലീശ പറഞ്ഞില്ല. ഏലീശ പറഞ്ഞ വാചകം, കർത്താവിനോട് പറയുക, കർത്താവേ, ഈ മനുഷ്യൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? അവൻ കണ്ണു തുറന്നു, അവനൊരു കാഴ്ച കാണാൻ പറ്റി. ആ കണ്ട കാഴ്ച തൻ്റെ ചുറ്റുമുള്ള സൈന്യത്തെക്കാളും അതിനേക്കാൾ വലിയ ഒരു കൂട്ടം തൻ്റെ കൂടെ ഉള്ളത് അവന് മനസ്സിലായി. അതോടെ ഭയം മാറി. സുരക്ഷിതത്വമില്ലായ്മ എൻ്റെ അകത്തേക്ക് ഭയം കൊണ്ടുവരും. ഹല്ലേലൂയ. രാത്രിയിൽ ഒറ്റയ്ക്കാണ്. പലരും എന്നോട് പറയാറുള്ളൊരു വാക്ക്, രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കാണ് ബ്രദറെ, രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനൊരു വീട് മേടിക്കാൻ തുടങ്ങിയ സമയത്ത് പലരും എന്നോട് പറഞ്ഞ കാര്യം, സുരക്ഷിതത്വമുള്ള ഏരിയയിൽ പോയി താമസിക്കണം. ഞാൻ ചോദിച്ചു, അത് ഏത് ഏരിയയാ? ചില ആളുകൾ പറഞ്ഞു, സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഭയങ്കര സുരക്ഷിതത്വമാണ്. അങ്ങനെ സുരക്ഷിതത്വം ഉണ്ടോ? മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ, ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം. മനുഷ്യരിൽ ആശ്രയമോ. സൗരങ്ങളെ, പോലീസുകാരിലൊക്കെ ആശ്രയിക്കാം, മനുഷ്യരിൽ ആശ്രയിക്കാം. പക്ഷേ ആ ആശ്രയമൊന്നും നിന്നോടൊപ്പം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം. കാരണം എന്താ? അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയം ഒന്നും വേണ്ടിയും. യേശുവേ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ഒന്നിനെ കുറിച്ചെനിയോ എനിക്കാകുല ചിന്തയില്ല. ഓ ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്നാന്നറിയോ? ചിലർ പറഞ്ഞു, ബ്രദർ എപ്പോഴും യാത്ര ചെയ്യുമല്ലേ, യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലല്ലേ ബ്രദറെ, യാത്ര ചെയ്യുന്നതുകൊണ്ട് അവിടെ സിസ്റ്റർ മാത്രമല്ലേ കാണത്തുള്ളൂ. അവരുടെ കൺസേണൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെയുള്ളവരെ എനിക്ക് സന്തോഷമാണ്. നിങ്ങളുടെ ദൈവദാസനെക്കുറിച്ചും നിങ്ങളുടെ ലീഡറെക്കുറിച്ചും നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകണം, തെറ്റല്ല. പക്ഷേ നിങ്ങൾക്കൊരു തമാശ അറിയാമോ? ഞാനിപ്പോൾ താമസിക്കുന്ന വീടിനെ അല്പം പോലും സുരക്ഷിതതയില്ലാത്ത വീടാണ്.
ഞങ്ങളുടെ പിള്ളേർക്ക് സ്ഥിരം കാണാൻ കഴിയുന്നൊരു സാധനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പടിയിൽ പാമ്പ് കാണും. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തല നോക്കിയിട്ട് ആരെങ്കിലും അകത്തുണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു പോയി കളയും. നിങ്ങളാരും ഇല്ല ഇവിടെ? കുഞ്ഞാൾക്കാരെ മൂർഖൻ, അണലി. ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഒരാൾ വിശ്രമിക്കുന്നത് ഞങ്ങളുടെ പടിയിൽ കിടന്നിട്ടാണ്. ഉറങ്ങാൻ വന്ന് കിടന്നതാണ്. ഞാൻ പറഞ്ഞു ഉറങ്ങേണ്ട സ്ഥലം അപ്പുറത്താ, പോയി കിടന്നോളാൻ പറഞ്ഞ പുള്ളി പോയി. ഒരു ദിവസം നോക്കിയപ്പോൾ മീറ്റിങ്ങിൽ എന്തോ പറയുക, TV പ്രോഗ്രാം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് നോക്കുന്നു. TV പ്രോഗ്രാം എടുത്തു കഴിഞ്ഞോ സാർ? സൗരങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു തോടാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ കയറി വരുന്ന അവരെ. പക്ഷെ ഒരെണ്ണം പോലും ഞങ്ങളെ ആരും തൊട്ടില്ല. കാരണം അവർക്ക് ഞങ്ങളെ കണ്ടാൽ അറിയാം. സൗരങ്ങളെ, സുരക്ഷിതത്വം പോലീസല്ല, ലോകമല്ല തരുന്നത്. സുരക്ഷിതത്വം തരുന്നത് സ്വർഗത്തിലെ കരമാണ്. അവൻ ആ സുരക്ഷിതത്വം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരും നിന്നെ തൊടത്തില്ല. നിനക്ക് വീടിന് വേണമെങ്കിൽ സെക്യൂരിറ്റി വയ്ക്കാം, വീടിന് വേണമെങ്കിൽ കാവൽക്കാർ വയ്ക്കാം. പക്ഷേ കാവൽക്കാരല്ല നിന്നെ സൂക്ഷിക്കുന്നത്, എൻ്റെ സ്വർഗമാണ് നിന്നെ സൂക്ഷിച്ചിരുന്നത്. ഒരു ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, എൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നതുമില്ല, ഉറക്കം തൂങ്ങുന്നതുമില്ല എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ മമ്മി ഇടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എടാ ആ ജനലെ അടച്ചായിരുന്നോടാ? എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ജനലിലൂടെ ആരെങ്കിലും അകത്ത് കയറി. അടുത്തിരിക്കുന്നവരോട് പറ, ജനലെ അടച്ചില്ലെങ്കിലും കാവൽക്കാരൻ ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞോ നിങ്ങൾ? ഇതൊക്കെ പറയും. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അടച്ചോ? നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ? ഒരു ഹല്ലേലൂയ പറയാവോ? എൻ്റെ വീട്ടിൽ, എൻ്റെ ചർച്ചിലെ അഞ്ചൽ ചർച്ചിലെ തേങ്ങയൊക്കെ എൻ്റെ വീട്ടിലാണ് കൊണ്ടിടുന്നത്. 10,000-2,000 തേങ്ങയോളം വീട്ടിൽ കാണും. എൻ്റെ മമ്മിക്കുള്ള ഏക ടെൻഷൻ എന്നാണെന്നറിയോ? ആ ഗേറ്റ് അടച്ചായിരുന്നോടാ ജോണേ? കാരണം എന്തോ? തേങ്ങയൊക്കെ പുറത്ത് കൊടുക്കുവോ? ഞങ്ങളുടെ ഗേറ്റിനൊരു പ്രത്യേകതയുണ്ട്. അടച്ചാലും അടച്ചില്ലെങ്കിലും തള്ളിയാൽ അത് തുറന്നു വരും. അടയ്ക്കണമെങ്കിൽ അടയ്ക്കാം, പൂട്ടണമെങ്കിൽ പൂട്ടാം. പക്ഷേ പൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഒരു വലി വലിച്ചാൽ പൂട്ട് തുറന്നു വരും. അത്ര മനോഹരമായി പൂട്ടാം. കാരണം പലരും ആ പൂട്ടിട്ടിട്ട് മനോഹരമാക്കി പോയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാവുന്നോ? നമ്മുടെ ആശ്രയം ആ കൊച്ചു പൂട്ടില, നമ്മുടെ ആശ്രയം ആ കൊച്ചു ഗേറ്റില. മണ്ടന്മാർ, നിന്റെ സുരക്ഷിതത്വം എൻ്റെ കർത്താവിൻ്റെ കൈകളിലാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഭയപ്പെടരുത്. സുരക്ഷിതത്വമില്ലായ്മ അത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഭയത്തെ, അത് നിങ്ങളുടെ ഉള്ളിൽ ഭയം കൊണ്ടുവരുന്നുവെങ്കിൽ എത്രത്തോളം നിങ്ങൾ കർത്താവിനാൽ കരുതപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയാത്തതാണ് അതിൻ്റെ കാരണം. വേദവസം പറയുന്ന അറിയാവോ? നിന്റെ കാൽ കല്ലിൽ മേൽ തട്ടാതെ വണ്ണം ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. ആ ദൂതന്മാർ നിന്നെ. സഹോദരങ്ങളെ, നിങ്ങൾ ആരെയാ സേവിക്കുന്നതെന്നറിയാവോ? നിങ്ങളെ ആരെയാ നോക്കുന്നതെന്നറിയാവോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സങ്കീർത്തനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനങ്ങളിലൊന്നാ 91-ാം സങ്കീർത്തനം. നിങ്ങൾക്കറിയാം അല്ലേ? ആ സങ്കീർത്തനം പറയുന്നത്, സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുന്നവൻ ദൈവത്തെക്കുറിച്ച്, യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതം, അവൻ എൻ്റെ ബലവും എൻ്റെ കോട്ടയും എന്ന് പറയുന്നു. അടുത്ത വാചകം, അതുകൊണ്ട് രാത്രിയിലെ ഭയത്തിൽ നിന്ന് രാത്രിയിലെ പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന്, അടുത്തത് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായിട്ടുണ്ടോ? സൗരങ്ങളെ, ഇതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായിട്ടുണ്ടോ? നമ്മളിത് പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ അല്ലേ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ ഇതെന്താ ഈ പറയുന്നതെന്ന് അറിയാവോ? ചോദിക്കേ, അറിയാവോ? അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. 24/7 ഫോൾ ടൈം ദൈവം നിന്നെ കരുതിയിരിക്കുകയെന്ന് അതിൻ്റെ അർത്ഥം. രാത്രിയായാലും പകലായാലും ഉച്ചക്കായാലും അതിൻ്റെ സുരക്ഷിതത്വം, ഹോൾ സർക്കിൾ ഞാൻ നിന്നെ പരിപാലിച്ചിരിക്കുകയാ. മനസ്സിലാക്കുന്ന
രാത്രിയിലെ ഭയം. രാത്രി എന്ന ഒറ്റ വാക്കിൽ കർത്താവ് പറഞ്ഞു, ആ 12 മണിക്കൂർ ഞാൻ നിന്നെ നോക്കുന്നുണ്ട്, പകൽ നോക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നീ എൻ്റെ കയ്യിൽ സുരക്ഷിതത്തിന്. പിന്നെന്തിനാ നീ പേടിക്കുന്നേ? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, 24 മണിക്കൂറും നീ അവൻ്റെ പ്രൊട്ടക്ഷൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇരുട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് ഭയമാണ് എങ്കിൽ വേദപുസ്തകം പറയുക, കഫർനഹൂമിൽ യേശു വന്ന് താമസിച്ചതേ ഉള്ളൂ. ഒരു തിരുവനന്തപുരത്ത് താമസിച്ചു എന്ന് വിചാരിക്കേ, നെയ്യാറ്റിൻകരയുള്ള ആളുകൾ പോലും ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? അവൻ താമസിച്ച ചുറ്റുപാടുകളിൽ മുഴുവനും സുരക്ഷിതത്വമില്ലായ്മയിൽ കിടന്ന് സകലം സുരക്ഷിതത്തിലേക്ക് വന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തവൻ വന്നിരിക്കെ എത്രയധികമായി സുരക്ഷിതത്തിനാണ് ഞാൻ. ആമേൻ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഒന്നും കൂടെ ഞാൻ ആ വാചകം പറയാം. കഫർനഹൂം എന്ന പട്ടണത്തിൽ യേശു താമസിച്ചപ്പോൾ അവിടെയുള്ള നഫ്താലി ദേശം, സബൂലിൻ ദേശം, ഗലീലിയ അല്ലെങ്കിൽ കടലിനക്കരെ, ഇതെല്ലാം ഉള്ള പട്ടണങ്ങൾ മുഴുവൻ ആ സുരക്ഷിതത്വത്തിനകത്ത് വന്നുവെങ്കിൽ, പട്ടണങ്ങൾ ഇരുട്ടിൽ നിന്ന് മാറിയെങ്കിൽ, എൻ്റെ അകത്ത് എൻ്റെ യേശു വന്നാൽ എത്രയധികമായി ഞാൻ സുരക്ഷിതനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ, സുരക്ഷിതത്വം ദൈവത്തിന്റെ കരങ്ങളിലാ. കൂട്ടിനായാരും കൂടില്ലെന്നാരും ഭയപ്പെടേണ്ടിയോ, ഓഹോ, കൂടെ വസിപ്പാൻ ആരുമില്ലെന്നാൽ ഭയപ്പെടേണ്ടിയോ. കൂട്ടിനായാരും കൂടില്ലെന്നാരും ഭയപ്പെടേണ്ടി, യേശുവേ കൂടെ വസിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയോ. തന്നുള്ളം കയ്യിൽ വരച്ചവനിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. കൂടെ തന്നുള്ളം കയ്യിൽ വരച്ചവനിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, തന്നുള്ളം കയ്യിൽ വരച്ചവനിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഒരിക്കൽ കൂടെ, തന്നുള്ളം കയ്യിൽ വരച്ചവനിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓഹോ, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞേ, സുരക്ഷിതത്വമില്ലായ്മയിൽ ഭയപ്പെടരുത്. സുരക്ഷിതത്വം ദൈവമാണ് നൽകുന്നത്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്നെ പരിപാലിക്കുന്നവൻ ഉറങ്ങുന്നില്ല. യേശു ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് സുരക്ഷിതമില്ലാത്ത വ്യക്തികൾക്ക്, ഭയത്തിൻ്റെ അടിമയിലായിരിക്കുന്ന വ്യക്തികൾക്ക്, ഭാവിയെക്കുറിച്ച് ആശങ്കയിലായിരിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നും പുറത്തു വരുവാനായി കഴിയും. യേശു വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഇരുട്ടിൻ്റെ പ്രയാസത്തിൽ നിന്നും നാം പൂർണ്ണമായും വെളിച്ചത്തിലേക്ക് കടക്കുവാനിടയായിത്തീരും. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും വെളിച്ചത്തിൽ തന്നെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കും. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. അതിലേക്ക് ഒരു അത്ഭുത വിടുതലാണ് ഈ ആന്റിക്ക് കർത്താവ് ചെയ്തിരിക്കുന്നത്. അത്ഭുത വിടുതല ചെയ്തിരിക്കുന്നത്. ഈ ആന്റിയുടെ പേര് സാറാമ ജോൺ എന്നാണ്. ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഏകദേശം 55ഓളം വയസ്സുണ്ട്. ഏകദേശം 40 വർഷമായിട്ട് വലിവിന്റെ പ്രശ്നമുണ്ട്, ശ്വാസമുട്ടലുണ്ട്. ആന്റി പറയുന്നത് ഇൻഹീലർ എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രദറിന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു. ജോൺ ബ്രദർ ഈ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേ 40 വർഷമായിട്ടുണ്ടായിരുന്ന വലിവിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കി. അമ്മ എന്നൊന്ന് പറഞ്ഞു. അമ്മേ, എത്ര വർഷമായിട്ട്? ഓർമ്മയായ പ്രായം തൊട്ടേ വിമ്മിഷ്ടമാണ്. പിന്നെ കുറച്ച് 2 വർഷത്തിന് മുമ്പ് ചെന്ന് നോക്കിയപ്പോൾ 43% ലങ്സിന് പ്രവർത്തനമുള്ളൂ. 2 വർഷം മുമ്പ് പരിശോധിച്ചപ്പോൾ 43% ലങ്സിന് പ്രവർത്തനമുള്ളൂ.
അപ്പം എൻ്റെ നടുവിന് ഇവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ ചെറുതായിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ബ്രദർ പറഞ്ഞു, പിന്നെ അതിനല്ല പ്രാർത്ഥിച്ചത്, അയ്യോ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിയില് ശ്വാസകോശം ചുരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. അതായത് അമ്മ മുഴയുടെ കാര്യം പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ശ്വാസകോശം ചുരുങ്ങിയിരിക്കുവാന്ന്. ഞാൻ അപ്പോൾ ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 2 പ്രാവശ്യം രാവിലെ ഇൻഹിലർ എടുക്കണം, വൈകിട്ട് 2 പ്രാവശ്യം ഇൻഹിലർ എടുക്കണം, പിന്നെ അതിൻ്റെ കൂടെ ഒരു 10,500 രൂപയുടെ മെഡിസിനും കഴിക്കണം. അങ്ങനെ ആയിരുന്നു ഈയിടെയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞേ പിന്നെ എനിക്ക് ജോലി ചെയ്യാനും നല്ല ഉത്സാഹമായി, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും എടുക്കാനും. പിന്നെ ഇപ്പോൾ ശ്വാസം മുട്ടലില്ല. ഇപ്പം ഞാൻ ഇൻഹിലർ എടുക്കുന്നില്ല. 43% ലങ്സ് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞയാളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടെ. ഇദ്ദേഹം വന്നത് കഴുത്തിലെ മുഴ മാറാനാണ്. എന്നാൽ ആ മുഴ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നത്, ലങ്സുകൾക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, സൗഖ്യമാകുന്നു എന്ന്. 43% വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലങ്സ് ഇപ്പോൾ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, താൻ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഒന്ന് ചുണയായിട്ട് കൈ അടിച്ച് ഒരു ആമേൻ പറഞ്ഞേ. ചൊറിച്ചിലുണ്ടായിരുന്നു, ഞാൻ അഞ്ജലി വിളിച്ച് പ്രാർത്ഥിച്ചു. അത് അന്ന് രാത്രി തന്നെ മാറി, സൗഖ്യമായി. പിന്നെ എനിക്ക് എൻ്റെ മോൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു, മക്കളില്ലായിരുന്നു. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇപ്പം 4 മാസം മോള് പ്രഗ്നൻ്റായി. ഒരു കൂട്ടം കാര്യമുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തിയുടെ മോൾക്ക് ഒരു മുഴയുണ്ടായിരുന്നു ശരീരത്തിൽ. അത് ഞാനിവിടെ വന്ന് പിന്നെ അവളെ നിർബന്ധിച്ച് വിളിപ്പിച്ചുകൊണ്ട് വന്നു. ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ ആ മുഴ മാറിപ്പോയി. അങ്ങനെ അവൾ ജോലി ആയതുകൊണ്ടാണ് വരാഞ്ഞ്. ഞാൻ അതിനങ്ങ് സാക്ഷ്യം പറയുന്നത്, അവൾ വരുമ്പം പറഞ്ഞോളാമെന്ന് എന്നോട് പറഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇത് കർത്താവിനാലല്ലാതെ ഒന്നും പറ്റത്തില്ല സഹോദരങ്ങളെ. ആർക്കെങ്കിലും ഒരാളുടെ 43% ലങ്സ് ചുരുങ്ങിപ്പോയി. ഡോക്ടർ പറഞ്ഞു ഈ ആൻറ്റി ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്ക് അതിശയമാണെന്ന്. അത്രേ ഉള്ള എൻ്റെ ഇതെന്ന് പറഞ്ഞതാ ഡോക്ടർ. ലങ്സ് അത്രേ ഉള്ളെന്ന് പറഞ്ഞു മുത്തൂറ്റ ഡോക്ടർ. മുത്തൂറ്റ അതിനെ കൊണ്ടുപോയി കാണിച്ചുകൊണ്ടിരുന്നേരം പറഞ്ഞു ഈ ശ്വാസകോശം ഇത്രയും ചുരുങ്ങിയിരിക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് അതിശയമുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത്. പ്രാർത്ഥിക്കാൻ വന്നു. ഇപ്പോൾ എനിക്ക് വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റേ എനിക്ക് 1 കിലോ വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വിമ്മിഷ്ടവും പ്രയാസവുമായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു. ഇപ്പം ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേട്ടെ. താങ്ക് യു അമ്മേ, സന്തോഷമായിട്ട്. ഈ അമ്മയുടെ പേര് വത്സല എന്നാണ്. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് കടന്നു വരുന്നത്. മാവേലിക്കര. കഴിഞ്ഞ 12 വർഷമായിട്ട് തൻ്റെ കാലിൻ്റെ വെള്ളഭാഗത്ത് താഴെ ഭാഗത്ത് ചൊറിഞ്ഞിട്ട് വ്രണമുണ്ടാകുകയും വെള്ളം ഒലിക്കുകയും വല്ലാത്തൊരവസ്ഥയായിരുന്നു. എത്ര കൊല്ലമായി? 12 വർഷമായിട്ട്. അമ്മ പറയുന്നത് ആ സമയത്തെല്ലാം ആയുർവേദത്തിൽ കാണിക്കും, കുറയും, വീണ്ടും വരും. അങ്ങനെ 12 വർഷമായിട്ട് ആ രോഗ അവസ്ഥയിൽ സ്കിൻ അലർജി, തൻ്റെ കാലിൻ്റെ വെള്ളയ്ക്ക് മുറിവുണ്ടാകുകയും ആ വ്രണത്തിൽ നിന്നും വെള്ളം ഒലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അമ്മ നമ്മുടെ TV പ്രോഗ്രാം കണ്ടു, പ്രാർത്ഥിച്ചു. ബ്രദറിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറയുകയാണ്, 12 വർഷമായിട്ട് മാറാതിരുന്ന ആ സ്കിൻ അലർജി കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യമായി. ഇപ്പോൾ 1 മാസമായിട്ട് യാതൊരുവിധ കുഴപ്പമില്ലെന്നാണ് അമ്മ പറയുന്നത്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. അമ്മയുടെ കാലിൽ സ്കിൻ അലർജി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എത്ര നാളായിട്ട് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു? അമ്മയുടെ പേരെന്തോ? വത്സല. സത്യമല്ലേ പറയുന്നേ? ആ കാലിലെ ആ വ്രണമായിരിക്കുന്നത് പൂർണ്ണമായിട്ട് മാറിയോ? മാറി. ഇപ്പൊ ഒരു അസുഖം ഇല്ല? സൗഖ്യമായി. അതിന് എത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നു അമ്മ? വ്രണം എന്ന് പറയുന്നത് ചെറിയൊരു ചൊറിച്ചുള്ള ഉള്ളോ അതോ? വെള്ളം മുഴുവൻ പൊട്ടും, വെടിച്ചു കീറുന്ന പോലെ പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. നടക്കാനൊന്നും പറ്റത്തില്ലായിരിക്കുമല്ലോ അമ്മേ? പ്രയാസമായിരുന്നു. ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. കൈയടിച്ച കർത്താവിനെ സ്തുതിച്ച് അതൊരു വലിയ കാര്യമാണ്. സന്തോഷമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഭയത്തിനടിമയായിരിക്കുന്നവർ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വേദനയിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവെ അവിടുത്തെ വെളിച്ചം പകരുവാനിടയാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പുതുജീവൻ അവരുടെ മേൽ വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. യേശുവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, നാളുകളാൽ വയറ്റിൽ വേദനയായതിനെ തുടർന്ന് കർത്താവെ ഹോസ്പിറ്റലിൽ പോലും പോകാൻ കഴിയാതെ ഭയത്തോടെ ആയിരിക്കുന്ന ആ സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ സിസ്റ്ററിൻ ഇപ്പോൾ തന്നെ പരിപൂർണമായും സൗഖ്യമാവട്ടെ അപ്പോൾ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, കൈയുടെ വിരലിലെ നഖങ്ങൾ അതിൽ രോഗം വന്നതുപോലെ ആയിരിക്കുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി പരിപൂർണമായും സൗഖ്യമാവട്ടെ. ആ നഖങ്ങളിൽ ബാധിച്ചിരിക്കുന്ന രോഗം മാറിപ്പോട്ടെ അപ്പാ.
യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത് പൂർണ്ണമായും സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ഓട്ടിസം ആയതിനെ തുടർന്ന് കുഞ്ഞിനെ മടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ കുഞ്ഞ് പരിപൂർണമായും സൗഖ്യമാവട്ടെ. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവെ, ഭാവി അടഞ്ഞുപോയി എന്ന് കരുതിയിരിക്കുന്ന കർത്താവെ ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവാഹം നടക്കാത്തതിനെ തുടർന്ന്, ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പ്രയാസത്തിലായിരിക്കുന്ന കർത്താവെ അവിടുത്തെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ വഴി അവരുടെ മേൽ തുറന്നു വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാനായി പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴിൽ മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.